ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ 2020 ക്യാപ്റ്റനായി ചുമതലയേറ്റു. വരാൻ പോകുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് സീരീസുകളിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിനെ നയിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലും ശ്രേയസ് നയിക്കും. സഞ്ജു സാംസൺ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായേക്കും. സൂര്യകുമാർ യാദവിന്റെ സ്ഥാനം നഷ്ടമായി. വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ എത്തി. ഹരി വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, ശ്രേയസ് അയ്യരുടെ കാര്യം കഴിഞ്ഞ 2 ദിവസമായി ചർച്ചയിലുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ വരവ് പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ പല സീനിയേഴ്സിൻ്റെ തല തെറിക്കും അല്ലേ? അല്ല, തല തെറിച്ചു രഞ്ജിത്ത്, അതാണ് പറയേണ്ടത്. കാരണം സൂര്യകുമാർ യാദവ് ടീമിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതായത് 2026 T20 ലോകകപ്പ് സമ്മാനിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടീമിലേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. 3 പ്രധാനമായ ചേഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് അത് തന്നെയാണ്. മറ്റൊന്ന്, 2023 T20 അവസാനത്തെ മത്സരം കളിച്ച ശ്രേയസ് അയ്യർ 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായി തിരിച്ചു വരുന്നു എന്നുള്ളത് വേണം തന്നെ പറയാൻ. അതൊരു ചരിത്രമാണ്, അത് റെക്കോർഡാണ്. തിരിച്ചു വരവേ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നതും കൂടി പറയണം. മൂന്നാമത് വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ടീമിൽ നോക്കുകയാണെങ്കിൽ സ്ഥാനമൊന്നുമില്ല, പക്ഷേ വൈഭവ് സൂര്യവംശി എല്ലാ കഥകളും തച്ചടച്ചുകൊണ്ടാണ്, ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള വരവ്. കാരണം വൈഭവിനെ എടുത്തേ മതിയാവും എന്നുള്ള സിറ്റുവേഷനിലേക്ക് സെലക്ടേഴ്സ് മാറി എന്നുള്ളത് വേണം തന്നെ പറയാൻ. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡ് 15-അംഗ സ്ക്വാഡും അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായുള്ള 16-അംഗ സ്ക്വാഡുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലാണ് മുൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് ടീമിൽ പോലും സ്ഥാനമില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായി ചുമതലയേൽക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഔദ്യോഗികമായി ഇന്ന് വരുമെന്നായിരുന്നു. അത് തന്നെ സംഭവിക്കുന്നു. സഞ്ജു സാംസൺ ആയിരിക്കാം ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ. പ്രത്യേകിച്ച് മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കഴിഞ്ഞ T20 ലോകകപ്പിൽ CSKക്ക് വേണ്ടിയിട്ട് ഗംഭീരമായി തന്നെ മത്സരങ്ങൾ 2 സെഞ്ചുറികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് ആയിട്ട് സഞ്ജു സാംസൺ തന്നെ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇഷാൻ കിഷനാണ് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നത്. പക്ഷേ 2-3 പ്രധാനപ്പെട്ട ചേഞ്ച്. പ്രിൻസ് യാദവ് ടീമിലേക്ക് വരുന്നുണ്ട്. 16-അംഗ സ്ക്വാഡിൽ പ്രിൻസ് യാദവും വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ബൗളേഴ്സായിട്ട് മുഹമ്മദ് സിറാജും ഹർഷിത് റാണയുമാണ് പേസ് ബൗളേഴ്സായിട്ട് നിൽക്കുന്നത്. ശിവം ദുബെ ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്നു. അക്സർ പട്ടേൽ ഓഫ് സ്പിന്നർ, ലെഫ്റ്റ് ആം ഓഫ് സ്പിന്നറായിട്ട് വരുന്നു. രവി ബിഷ്ണോയ് റൈറ്റ് ആം ലെഗ് സ്പിന്നറായിട്ട് ടീമിലേക്ക് ഇടം പിടിക്കുന്നു എന്നൊരു സാധ്യതയും കൂടിയുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾറൗണ്ടറിനെയും കൂടി 16-അംഗ സ്ക്വാഡിൽ ഇന്ത്യൻ ടീം പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി ഇതിൽ ആരായിരിക്കും ഓപ്പണർ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് ടീമിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് നിന്നുകൊണ്ടിരുന്നത്. അവിടെ വൈഭവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അത് ആരുടെയാണ്? ലോക T20 1-ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന അഭിഷേക് ശർമ്മയുടെ ആണോ, അതോ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി നിൽക്കുന്ന സഞ്ജു സാംസണെ ആണോ? ആരുടെ പൊസിഷൻ മാറ്റിക്കൊണ്ടാണ് വൈഭവ് ടീമിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളൊരു നിർണായകമായ ചോദ്യം നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സ്ക്വാഡ് കുറച്ച് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും കുറച്ച് ഷോക്കിംഗ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം, സൂര്യകുമാർ യാദവ് ടീമിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം തെറിക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഏകദേശം ധാരണയുമായിരുന്നു. പക്ഷേ ടീമിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ തവണത്തെ T20 ലോകകപ്പിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. USA-ക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് സൂര്യയ്ക്ക് ഒരു 84 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഇത്തവണത്തെ IPL-ലും വളരെ മോശം പ്രകടനമായിരുന്നു. മുംബൈ ഇന്ത്യൻസിനെ ഏറ്റവും താഴേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലും സൂര്യകുമാർ യാദവിന്റെ ഫോം ഇല്ലായ്മ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഷോക്കിംഗ് തന്നെയാണ്, ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യർ ടീമിലേക്ക് വരുമ്പോൾ 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ജേതാക്കളാക്കിയ ശ്രേയസ് അയ്യർ 2025 പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിച്ച താരം. ഇത്തവണ പഞ്ചാബ് കിങ്സിനെ നയിച്ചെങ്കിൽ പോലും പ്ലേ ഓഫ്സ് പോലും കടന്നില്ല. പക്ഷേ ആദ്യത്തെ 7 മത്സരങ്ങളിൽ 6 ജയിച്ച് 1 മഴ കാരണം തടസ്സപ്പെട്ടു. പക്ഷേ 2-ാം ലെഗിലേക്ക് വന്നപ്പോഴാണ് ആ ടീമിന് നഷ്ടമാവേണ്ടി വന്നത്. 6 മത്സരങ്ങൾ തുടരെ പരാജയപ്പെട്ടെങ്കിൽ പോലും ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ BCCI വിശ്വസിക്കുകയാണെന്ന് വേണം തന്നെ പറയാൻ. അങ്ങനെ ശ്രേയസ് അയ്യർ ടീമിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻസിയോടെ വരുന്നു. വൈഭവ് സൂര്യവംശി ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പ് പ്ലെയർ, സൂപ്പർ സ്ട്രൈക്കർ പ്ലെയർ, 76 സിക്സുകൾ അടിച്ച താരം, ഇത്തവണ IPL സെൻസേഷനായി മാറിയ താരം ഇന്ത്യൻ ടീമിലേക്ക് എല്ലാ കഥകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് ടീമിലേക്ക് വരുന്നു. ഉറപ്പായിട്ടും അദ്ദേഹം പ്ലേയിങ് 11-ലും സ്ഥാനം പിടിക്കും. അങ്ങനെ പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിക്കുമ്പോൾ സഞ്ജുവിന് അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഒരാളുടെ സ്ഥാനം നഷ്ടമാകും. ഒരുപക്ഷെ ഇതിൽ ഒരാൾ പ്ലേയിങ് 11-ൽ വന്നില്ല എന്നും വരും. അങ്ങനെ ഒരു സ്ഥാനം വൈഭവിന് കൊടുത്തേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് BCCI പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പുതിയൊരു തലമുറ എന്ന് തന്നെ വിളിക്കാം. പ്രിൻസ് യാദവിന്റെ ഒക്കെ വരവോടുകൂടി അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. പക്ഷേ ഏഷ്യൻ ഗെയിംസിലെ സ്ക്വാഡിലേക്ക് 15-അംഗ സ്ക്വാഡാണ് വരുന്നത്. അതിലും സഞ്ജുവിന് തന്നെയാണ് ഫസ്റ്റ് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായിട്ട് നിൽക്കുന്നത്. ശ്രേയസ് നയിക്കും. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനായി മാറും. ഈ തവണത്തെ ക്യാപ്റ്റൻസി റേസിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്: ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, സഞ്ജു സാംസൺ. ഇതിൽ സഞ്ജുവിനെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ടും തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനായിട്ടും ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനായിട്ടും പരിഗണിച്ച് 3 പേർക്കും ഒരു ഈക്വൽ പൊസിഷൻ കൊടുക്കാനുള്ള നിലപാടിലേക്ക് BCCI നീങ്ങുമോ എന്നുള്ളത് നിർണായകമായ ചോദ്യം കൂടിയാണ്. അതാണ് ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ വരവാണ് ഏറെ കൗതുകമുള്ളത്. 13 വയസ്സ് മാത്രമുള്ള താരം ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളി വരുന്നു. ഒപ്പം സൂര്യകുമാർ യാദവിന് സ്ഥാനം നഷ്ടപ്പെടുന്നു. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാകുന്നു. സഞ്ജുവിൻ്റെ പ്രധാനപ്പെട്ട പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത് കൂടി കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.